ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഉൽപ്പത്തി ഗ്രന്ഥം അധ്യായം 3:6 നമ്മൾ വായിച്ചു കേൾക്കുന്നു. ഹെവ ദൈവത്താൽ നിഷേധിക്കപ്പെട്ട ആ പഴം കഴിക്കുകയും പാപം ചെയ്യുകയും ചെയ്തു. ഇത്രയും മാത്രമല്ല, മറിച്ച് ഇത് ആദമിന് കൊടുക്കുകയും അവനെ കൊണ്ട് തീറ്റിക്കുകയും ചെയ്തു. അങ്ങനെ ഹെവ വലിയ പാപം ചെയ്തു. യേശുവിൻ്റെ ദൃഷ്ടിയിൽ ഇത് വലിയൊരു പാപമാണ്. കാരണം മത്തായിയുടെ സുവിശേഷം 18:6-7 യേശു പറയുന്നു, പ്രലോഭനങ്ങൾ ഈ ലോകത്തിൽ ഉണ്ടാവും, പക്ഷേ ആരിലൂടെ ആ പ്രലോഭനങ്ങൾ വരുന്നുവോ അവന് ദുരിതം. അവൻ്റെ കഴുത്തിൽ തിരികല്ല്, വലിയ തിരികല്ല് കെട്ടിത്തൂക്കി കടലിൽ തള്ളപ്പെടുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റുള്ളവരെ പാപം ചെയ്യിപ്പിക്കുന്നതിനേക്കാളും നല്ലത്. ഈശോ വളരെ വലിയൊരു ശിക്ഷയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വസ്ത്രധാരണത്തിലൂടെയോ സംസാരത്തിലൂടെയോ ആംഗ്യത്തിലൂടെയോ ജീവിതശൈലികളിലൂടെയോ മറ്റുള്ളവർക്ക് ഒരു പാപത്തിൻ്റെ പ്രലോഭനമായിട്ട് നമ്മൾ മാറരുത്. മറിച്ച് നമ്മൾ എല്ലാവരെയും വിശുദ്ധിയിലേക്ക് ആകർഷിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.